നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സർ നമസ്കാരം. സർ, കഴിഞ്ഞ ദിവസം നമ്മുടെ വി.ഡി. സതീശൻ നയിച്ചിരുന്ന പുതുയുഗ യാത്ര തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്തായിരുന്നു അവസാനിച്ചത്. അപ്പോൾ അവിടേക്ക് എത്തിയിരുന്നത് രാഹുൽ ഗാന്ധിയായിരുന്നു. അദ്ദേഹം വരുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് നമ്മളൊക്കെ തിരുവനന്തപുരത്ത് അവിടെ പോകുമ്പോഴൊക്കെ കണ്ടിരുന്നു. ഒരുപാട് വലിയൊരു ജനക്കൂട്ടം തന്നെ അവിടെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും അവിടെ അദ്ദേഹം എന്തായിരിക്കും സംസാരിക്കുക എന്നുള്ളൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന് ഇനി കുറച്ച് വിരലിലെണ്ണാവുന്ന ഒരു ദിവസങ്ങൾ മാത്രം ശേഷിക്കുന്ന ഈ ഒരു വേളയിൽ ഏതായാലും അദ്ദേഹം അവിടെ വന്നു പോകുമ്പോൾ ഒരു 5 വാഗ്ദാനങ്ങൾ കേരളത്തിന് നൽകിയിട്ട് കൂടിയാണ് പോയിരിക്കുന്നത്. അതിൽ 4 എണ്ണം അവിടെ സൈഡിലോട്ട് മാറ്റി നിർത്തി ഒരു വാഗ്ദാനം. അപ്പോൾ അത് വലിയ രീതിയിൽ തന്നെ ചർച്ചയാവുന്നുണ്ട്. ഏതായാലും ആ വാഗ്ദാനം എന്ന് പറയുന്നത് UDF അധികാരത്തിൽ വരികയാണെങ്കിൽ കേരളത്തിൽ സ്ത്രീകൾക്ക് ഇനി KSRTC സൗജന്യ യാത്ര നൽകുമെന്നുള്ളതാണ്. ഇത് കേൾക്കുമ്പോഴൊക്കെ തന്നെ നമുക്കും നല്ലൊരു കാര്യം എന്ന് നമുക്കും തോന്നും. നമ്മുടെ നാട്ടിലെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്ന സ്ത്രീകൾക്കും അമ്മമാർക്കൊക്കെ തന്നെ ഒരു നല്ലൊരു സൗകര്യപ്രദമായിരിക്കും ഇത്തരത്തിൽ KSRTCയിൽ ഇനി ഫ്രീ ആയിട്ടൊരു സൗജന്യ യാത്ര വരുമ്പോൾ എന്ന് പറയുന്നത്. പക്ഷേ നമുക്കിത് എത്രത്തോളം പ്രാവർത്തികമാക്കാൻ പറ്റും എന്നുള്ളൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ KSRTCയുടെ നിലവിലെ അവസ്ഥ വെച്ച് നമ്മളൊന്ന് അതിനൊന്ന് പരിഗണിക്കുമ്പോൾ സാറിന് എന്ത് തോന്നുന്നു? ആ ഒരു വിഷയം, ഈ ഒരു കാര്യം, ഈ ഒരു വാഗ്ദാനം എത്രത്തോളം അത് പ്രാവർത്തികമാകും? 2 വിധത്തിലാണ്. ഒന്ന്, ഇന്നത്തെ അവസ്ഥയിൽ സ്ത്രീകൾക്ക് സൗജന്യം അനുവദിച്ചാൽ KSRTC വേണമെങ്കിൽ തക്ക വേരിലും കായ്ക്കുമെന്ന് പറഞ്ഞ പോലെ KSRTCയുടെ പ്രധാന പ്രശ്നം എന്താണെന്ന് പഠിച്ചാൽ അതിന് പരിഹാരം കണ്ടാൽ തീർച്ചയായിട്ടും സൗജന്യം കൊടുക്കാനും പറ്റും. നമുക്കറിയാം, ഒരു ബസ് റൂട്ടിലേക്ക് ഓടുമ്പോൾ തീർച്ചയായിട്ടും അതൊരു പ്രൈവറ്റ് വ്യക്തിയാണ് നടത്തുന്നതെങ്കിൽ അത് ലാഭത്തിലാണ് പോകുന്നത്. സർക്കാരിൽ വരുമ്പോൾ അത് നഷ്ടത്തിലാണ് പോകുന്നത്. സർക്കാരിന്റെ വണ്ടിയിലെല്ലാം നല്ല കളക്ഷനും ഉണ്ട്. എന്താണ് പ്രശ്നം എന്നുള്ളത് ആദ്യം പഠിക്കേണ്ടതുണ്ട്. ആ പ്രശ്നം നമ്മൾ പഠിക്കുമ്പോൾ അതിന് പരിഹാരം കണ്ടാലേ KSRTC സൗജന്യം കൊടുക്കാം. അതല്ലാതെ സൗജന്യം കൊടുത്താൽ തീർച്ചയായിട്ടും KSRTC നാളെ തന്നെ കൂട്ടേണ്ടി വരും. ഇന്ന് സൗജന്യം കൊടുത്താൽ നാളെ കൂട്ടേണ്ടി വരും. അതാണ് അവസ്ഥ. അതിന്റെ കാരണം തരാം. ഒന്നാമത്തെ കാര്യം, അവിടുത്തെ സ്റ്റാഫ് റേഷ്യോ ശരിയല്ല. ഇപ്പൊ കണ്ടക്ടർ, ഡ്രൈവർ ഒക്കെ അതിന്റെ ക്ലീനിങ് സ്റ്റാഫും അതുപോലെ തന്നെ മെക്കാനിക്കൽ സ്റ്റാഫും എടുത്താലും ഏകദേശമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. പക്ഷേ മിനിസ്റ്റീരിയൽ സ്റ്റാഫ് എന്ന് പറയുന്നത് വളരെ അധികമാണ്. എന്തിനാണ്? ഇതിലെ കണക്കെഴുതാനും ഇവിടുത്തെ ജീവനക്കാരുടെ പ്രൊമോഷൻ, ട്രാൻസ്ഫർ, ഇത്തരം കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അതിലാദ്യം പൊളിച്ചെഴുത്താണ്. മൂന്നാമത്തെ പൊളിച്ചെഴുത്ത് അവിടെയാണ് വേണ്ടത്. ജീവനക്കാരുടെ അനുപാതം ക്രമീകരിക്കണം. അനുപാതം ക്രമീകരിക്കാൻ പുതിയ സർക്കാർ ഏത് വന്നാലും അവർക്ക് കഴിയുമോ? അത് ക്രമീകരിക്കാത്തത്തോളം കാലം KSRTCയിൽ നമുക്ക് ലാഭത്തിൽ ഓടിക്കാൻ കഴിയില്ല. ഇപ്പൊ ഡ്രൈവറും കണ്ടക്ടറും കൂടിയേ കഴിയുള്ളൂ, ക്ലീനറും മെക്കാനിക്കും കൂടിയേ കഴിയുള്ളൂ. ആ പ്രപ്പോർഷൻ ആദ്യം ചെയ്യുകയില്ല. എന്നിട്ട് പണ്ട് KTDC ഹോട്ടലുകളിൽ ചെയ്തിരുന്ന പോലെ, KTDC ഹോട്ടലിൽ എങ്ങനെയാണ് നഷ്ടത്തിലായിരുന്നു. ഇപ്പൊ എന്ത് ചെയ്യുന്ന അറിയാമോ? ഓരോ യൂണിറ്റ് അതിന്റെ സ്റ്റാഫിനെ മൊത്തം വെച്ചിട്ട് ഒരു യൂണിറ്റ് ആയിട്ട് അവരുടെ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്ന ഒരു മെത്തേഡ്, സാലറി ഉൾപ്പെടെയുള്ള ഷെയർ ചെയ്യുന്ന മെത്തേഡ്. അപ്പോ ആ യൂണിറ്റിലെ മുഴുവൻ ജീവനക്കാരും ആഗ്രഹിച്ചാലേ ആ യൂണിറ്റ് ലാഭകരമാകുള്ളൂ. ആ ലാഭകരമായാലേ ജീവനക്കാരന് ഗുണമാകും. അപ്പോ അങ്ങനെ വന്നപ്പോൾ അവിടെ അവര് ലാഭത്തിലാക്കാൻ വേണ്ടി KTDC ലാഭത്തിലാണ്, യൂണിറ്റ് വൈസ് ലാഭത്തിലാണ്. ഇതുപോലെ കണ്ടക്ടർ, 2 കണ്ടക്ടർ, 2 ഡ്രൈവർ, ക്ലീനർ, വർക്ക്ഷോപ്പ് ടീം, ബസ്സിന് അല്ലെങ്കിൽ 5 ബസ്സിന്, ഈ 2 ബസ്സിന് ഇങ്ങനെ ഒരു യൂണിറ്റ് ആയിട്ട് തിരിച്ചുകൊണ്ട് ആദ്യം അവരെ തിരിക്കേണ്ടത്. രാജമാണിക്യം ആയിരുന്നപ്പോൾ ഞങ്ങൾ ഈ റിപ്പോർട്ടിൽ കൊടുത്താണ്. ഇത് ജയിച്ചതാണ്, ഇത് KSRTC നടപ്പിലാക്കാം. രണ്ടാമത്തേത്, ഈ കണക്കുകൾ, മറ്റു കാര്യങ്ങൾ നോക്കുന്നതിന് സർക്കാർ സെക്ടറിലുള്ളത് മാറ്റിയിട്ട് അത് ഒരു അക്കൗണ്ടന്റിനെ ഏൽപ്പിക്കാം. എന്നിട്ട് അവർക്ക് കോൺട്രാക്ട് കൊടുക്കുക. ഒരു വർഷം ഇതെല്ലാം നോക്കി നടത്തി അതിന്റെ കളക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നോക്കുന്നതിന് അവർ തന്നെ സ്റ്റാഫ് എടുക്കുകയും ഓരോ യൂണിറ്റിലും അവരുടെ സ്ഥാപനം വെക്കാം. ഓരോ ഡിപ്പോയിലും കളക്ഷൻ കൊണ്ടുവരുന്നത് ഇപ്പോൾ തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് ആക്കുക, വിഭാഗത്തിന്റെ എണ്ണം കുറയ്ക്കുക.
വിഭാഗം എന്ന് പറയുന്നത് ഹെഡ് ഓഫീസിൽ മാത്രമാണ്. നടപ്പിലാക്കിയാൽ ഉടനെ സമരം വെക്കും. ജീവനക്കാരെ മാറ്റൊന്നും വേണ്ട, ജീവനക്കാരെ വിട്ടുവിടൊന്നും വേണ്ട. അവരെ മുന്നിലേക്കായിട്ട്, അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്ക് ഒഴിവുള്ള സ്ഥലങ്ങളിലേക്ക് റീഡിപ്ലോയ്മെന്റ് പറയും. ഇത്തരത്തിൽ ചെയ്താൽ കുറെ മാറ്റങ്ങൾ വരുത്താം. ജീവനക്കാർ വില്ലിങ്ങാവണം, KSRTC ജീവനക്കാർ വില്ലിങ്ങാവണം. അപ്പൊ അതിന് ആദ്യം പുതിയ സർക്കാർ ചെയ്യേണ്ടത് ഒരു മൊറട്ടോറിയം പ്രഖ്യാപിക്കേണ്ടി വരും. അതായത് കേരളം 5000 ലക്ഷം കോടി കടക്കണിയിലാണ്. അതുകൊണ്ട് 5 വർഷത്തേക്ക് ജീവനക്കാരോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാരോ പണി മുടക്കുന്നത് നിരോധിച്ചുകൊണ്ടൊരു ഉത്തരവ് ആദ്യം ഇറക്കേണ്ടി വരും. ഇതിന് ചെയ്യാൻ സർക്കാരിന് തയ്യാറുണ്ടോ? പുതിയ സർക്കാർ ഇതിന് തയ്യാറില്ലെങ്കിൽ ഇതിന് പോയാൽ പ്രശ്നമില്ല. ഈ ഒരു മൊറട്ടോറിയം ഇടയ്ക്ക് അങ്ങനെ ആരെങ്കിലും പണി മുടക്കിയാൽ അവരുടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും, കാരണം ഇത്ര ആനുകൂല്യങ്ങളൊക്കെ എല്ലാ ജീവനക്കാർക്കും അവര് പ്രവർത്തി പോലെ ശ്രദ്ധിക്കുന്നില്ല. അത് ശ്രദ്ധിക്കാനായിട്ട് ഇപ്പൊ ചോദിക്കും ജീവനക്കാർക്ക് അപ്പൊ സമരം ചെയ്യാനുള്ള അവകാശം, അവരുടെ അവകാശം സർക്കാർ എന്ത് ചെയ്യണം? സർക്കാർ ഒരു ഓംബുഡ്സ്മാനെ വെക്കണം. ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ഒരു സംഘടനയ്ക്ക് കൂട്ടായോ അവിടെ ചെന്ന് തങ്ങളുടെ പരാതി പറയാനും പരിഹരിക്കാനും ഉള്ള ഒരു ഫോറം ഉണ്ടാക്കി, എന്നിട്ട് അതുവഴി പരിഹരിക്കുക. അല്ലാതെ സമരം ചെയ്ത് വെറുതെ ജീവനക്കാരുടെയും അതുപോലെ തന്നെ പൊതുജനങ്ങളുടെയും സമയം പരിപാടി വൃഥാവിലാക്കുന്ന പരിപാടി തയ്യാറാവാൻ കഴിയുമോ? തന്നെയാണ് ജയലളിത തമിഴ്നാട്ടിൽ ഈ അമ്മ റെസ്റ്റോറന്റുകൾ തുടങ്ങി അടക്കം പറഞ്ഞു ഇത് നടപ്പിലാക്കിയാൽ ഖജനാവ് പൊളിഞ്ഞു പോകുന്നു. അപ്പോ ജയലളിത പറഞ്ഞു ഇത് നടപ്പിലാക്കി, ഞാൻ ചോദിക്കുന്ന സ്കീമാണ്, ഇത് നടപ്പിലാക്കി വിട്ടു. പാവപ്പെട്ടവർക്ക് 3 ഇഡ്ഡലി ഒരു സാമ്പാറും 5 രൂപ ഒക്കെ പറയാൻ പറ്റും. വകുപ്പ് പറഞ്ഞു പറ്റില്ല, ഇത് നടത്തിയാൽ ഞങ്ങൾ കൂട്ടേണ്ടി വരും. പക്ഷേ നടപ്പിലാക്കി മറ്റ് ഡിപ്പാർട്ട്മെന്റിനോട് ചോദിച്ചത് എങ്ങനെ ഇതിന്റെ നഷ്ടം പരിഹരിക്കും. നമ്മുടെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ ഈ നഷ്ടം പരിഹരിച്ചുകൊണ്ട് തമിഴ്നാട്ടിൽ സാധിച്ചു, കേരളത്തിൽ സാധിക്കണമെങ്കിൽ എടുക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞ പോലെ യൂണിയനുകൾ പ്രതിഷേധിക്കും ഞങ്ങളുണ്ടാവും. ആദ്യം നമ്മുടെ സർക്കാർ മോഡലാക്കാൻ പുതിയ സർക്കാരിന് കഴിയും. പുതിയ സർക്കാർ വരികയാണെങ്കിൽ ആരായാലും കഴിഞ്ഞെങ്കിൽ നമ്മുടെ ഖജനാവിൽ ഇങ്ങനെ ധൂർത്തും നടത്തി നമുക്ക് സേവനവും കൂടെ നടത്തി കഴിഞ്ഞാൽ, സർവീസും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഖജനാവ് ജീവനക്കാർക്ക് പൊതുജനങ്ങൾക്കും പ്രശ്നമാവും. നമ്മുടെ പോക്കറ്റിൽ നിന്നാണ് കുട്ടികൾക്ക് സൗജന്യം കൊടുക്കുന്നതും നമ്മുടെ പണത്തിൽ നിന്നാണ് പോകുന്നത്. അപ്പൊ അത് കറക്റ്റായിട്ട് വിചാരിക്കുന്നത് സൗജന്യമാണെന്ന്. സൗജന്യമല്ല, എല്ലാം എന്റെ പോക്കറ്റിൽ നിന്നും നിങ്ങളുടെ പോക്കറ്റിൽ നിന്നും പോകുന്ന പണമാണ് നിങ്ങൾക്ക് സർവീസ് ആയിട്ട് വിതരണം ചെയ്യുന്നത്. ആ ഒരു പ്രശ്നം ഉണ്ട്. അപ്പൊ അത് വളരെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇപ്പൊ ഒരു ആനുകൂല്യം കൊടുക്കുക ബുദ്ധിമുട്ടാണ്. ഇത് തയ്യാറായാൽ അതൊരു ഡ്രാസ്റ്റിക് സ്റ്റെപ്പ് എടുക്കാൻ പുതിയ സർക്കാർ വന്നാലും തയ്യാറായാൽ മാത്രമേ ഇത്തരത്തിലുള്ള നടപ്പിലാക്കാൻ. ഇല്ലെങ്കിൽ കഴിഞ്ഞ 30-40 വർഷമായി തുടരുന്ന ഈ പരാജയ പദ്ധതി അതിനകത്ത് വരാൻ പോകും. ഇപ്പോ മന്ത്രി ഗണേഷ് കുമാർ അടക്കം ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇത് നടപ്പിലാക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല, പക്ഷെ 2 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ജനങ്ങളും KSRTCയും കട്ടപ്പുറത്താകും അല്ലെങ്കിൽ വഴിയാധാരമാകും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞത് 100% ശരിയാണ്. ഇന്നത്തെ അവസ്ഥ 100%. ഞാൻ പറയുന്ന 2 മാസം വേണ്ട, 2 ദിവസം മതി. 2ാമത്തെ ദിവസം KSRTCയിൽ പെട്രോൾ ചെയ്യാൻ കാശില്ലാതായി. ഇന്നത്തെ രീതിയിൽ പരിപാടി നടപ്പിലാക്കി. അതിന് ആദ്യമായിട്ട് ജീവനക്കാരുടെ അനുപാതം ഓരോ വണ്ടിയുമായി താരതമ്യപ്പെടുത്തി വേണം ചെയ്യാൻ. ഇതിന് തയ്യാറുണ്ടോ? ഒരു വണ്ടിക്ക് ഇത്ര സ്റ്റാഫ്, അത് ഡ്രൈവറ് കണ്ടക്ടർ ഒക്കെ കറക്റ്റാണ്. സ്റ്റാഫിന്റെ എണ്ണം നിജപ്പെടുത്തണം. അതല്ലെങ്കിൽ അത് കറക്റ്റ് കൊടുക്കാനുള്ള നടപടി എടുക്കണം. അതുപോലെ തന്നെ മെക്കാനിക്കൽ സ്റ്റാഫിന്റെ എണ്ണം, ഒരു വണ്ടിക്ക് ഇത്ര പേര്. പിന്നെ അതെല്ലാം ഒരുവിധം ഒത്തു വന്നാലും മിനിസ്റ്റീരിയൽ വിഭാഗത്തിൽ പ്രപ്പോർഷൻ കറക്റ്റ് അല്ല. വിഭാഗത്തിന്റെ ക്ലർക്കിന്റെ സൂപ്രണ്ടിന്റെ പ്രൊപ്പോർഷൻ കറക്റ്റ് ആകണം. അത് കറക്റ്റ് ആക്കിയാൽ നടക്കുകയുള്ളൂ. ഇത് നടക്കുമെങ്കിൽ തീർച്ചയായിട്ടും
എന്താ പറയുന്നത്, നമ്മള് ചക്ക വേരിലും കായ്ക്കും എന്ന് പറയില്ലേ, അതുപോലെ നമുക്ക് KSRTC പൈസ കൊടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ എന്തുപറ്റുമെന്ന് അറിയാമോ? ഡൽഹിയിലൊക്കെ നടത്തി. ഡൽഹിയിൽ സ്ത്രീകൾക്ക് സൗജന്യ പൈസ കൊടുത്തു. പക്ഷെ പുരുഷന്മാർക്ക് സ്ത്രീകൾക്ക് 10 രൂപ ടിക്കറ്റ് വേണ്ടാന്ന് വെച്ചപ്പോൾ പുരുഷന്മാരുടെ ടിക്കറ്റ് 15 രൂപയാക്കി. അതുപോലെ ഇവിടെയും ചെയ്യേണ്ടി വരും. അത് ചെയ്യുമ്പോൾ പിന്നെ പ്രശ്നങ്ങളുണ്ടാവും. അതിനേക്കാൾ നല്ലത് അവിടെ ഒരു ക്രമീകരണം നടത്തണം. ക്രമീകരണം നടത്തണമെങ്കിൽ വെറുതെ പറ്റില്ല. നേരത്തെ പറഞ്ഞിട്ട് 5 വർഷം സർക്കാരിന്റെ സമരങ്ങൾ, സർക്കാർ സർവീസിൽ സമരങ്ങൾ പാടില്ല എന്നൊരു നിബന്ധന കൊണ്ടുവരണം. അതിന് പകരം ജീവനക്കാർക്ക് പരിഹാരമായി വേറൊരു ഓംബുഡ്സ്മാനോ മറ്റൊരു മാർഗമോ അവരുടെ ഗ്രീവൻസുകൾ കേൾക്കാൻ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പൊ പരാതികൾ കുറയും. പിന്നെ പണ്ട് അച്യുത മേനോന്റെ മന്ത്രിസഭ ചെയ്തിട്ടുണ്ട്. ഡൈസ്ലോൺ ആദ്യം കൊണ്ടുവന്നു. അതുവരെ ഇഷ്ടംപോലെ സമരം ചെയ്യാം, ഇഷ്ടംപോലെ ശമ്പളവും കൈപ്പറ്റാം. അങ്ങനെയായിരുന്നു. ആദ്യമായിട്ട് ഡൈസ്ലോൺ കൊണ്ടുവന്നു. നോ വർക്ക് നോ പേ, ജോലി ചെയ്തില്ലെങ്കിൽ ശമ്പളമില്ല. അപ്പൊ അത് വന്നതോടെ എല്ലാരും പറഞ്ഞു അച്യുതമേനോൻ പൂട്ടിപ്പോകും. ഒന്നും പൂട്ടിപ്പോയില്ല. അച്യുതമേനോന്റെ ആ ടേം നല്ല ഭംഗിയായിട്ട് പോയെന്ന് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് 20 സീറ്റിൽ UDF വീണ്ടും അധികാരത്തിൽ വന്നു. ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ആ ഭരണം. പ്രശ്നങ്ങളില്ല, കൊണ്ടുപോകാൻ പറ്റും. അപ്പോ അനാവശ്യ സമരങ്ങളെ നിരോധിക്കാനും നമ്മുടെ ഖജനാവിന് അത് താങ്ങാൻ എനിക്ക് കഴിയില്ല എന്നും പറയുന്ന ഒരു സർക്കാർ വരുമെങ്കിൽ സർക്കാരിന് ഈ ആനുകൂല്യങ്ങൾക്ക് ജനങ്ങൾ കൊടുക്കണം. പൈസ ഒരുപാട് വേസ്റ്റ് ആകുന്നുണ്ടെന്നേ. വേസ്റ്റ് ആകുന്ന പൈസ ജനത്തിന് കൊടുത്താൽ മതി. ജീവനക്കാർക്ക് വേണ്ടിയും ഓഫീസിന് വേണ്ടിയും അവിടുത്തെ അനാവശ്യ എസ്റ്റാബ്ലിഷ്മെന്റ് വേണ്ടിയും വേസ്റ്റ് ആക്കുന്ന പണം സർക്കാരിന് ഇതുപോലുള്ള ആനുകൂല്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും അത് നടപ്പിലാക്കാം. അല്ലാതെ ഇന്നത്തെ രീതിയിൽ നടപ്പിലാക്കാൻ പോയാൽ ഗണേഷ് 2 മാസം 2 ദിവസം കൂടും. സാർ, പിന്നെ മറ്റ് പദ്ധതികളും കൂടെ ഒന്ന് പറയാം. പിന്നെ ഒരെണ്ണുള്ളത് കോളേജ് വിദ്യാർത്ഥികൾക്ക് 1000 രൂപ പ്രതിമാസം ധനസഹായം. അത് എനിക്ക് തോന്നുന്നു കുഴപ്പമില്ലാത്ത ഇപ്പൊ നമ്മുടെ സ്കോളർഷിപ്പ് പോലെ അവർക്ക് കൊടുക്കാവുന്നുള്ളതേ ഉള്ളൂ. പിന്നെ സ്കോളർഷിപ്പ് പോലെ അത് അവർക്ക് കൊടുക്കാവുന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അതൊക്കെ നമ്മുടെ ഖജനാവ് മെച്ചമാക്കണമെങ്കിൽ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും സർക്കാർ സ്ഥാപനങ്ങളെയും ഒന്ന് ടൈറ്റൻ ചെയ്യണം. ടൈറ്റൻ ചെയ്താലേ ഇത് ചെയ്യാൻ പറ്റും. ഇതെല്ലാം അത് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ മറ്റേത് പറഞ്ഞാൽ ക്ഷേമ പെൻഷനുകൾ അത് 3000 വർദ്ധിക്കുമെന്നുള്ളത്. നിലവിൽ നമുക്ക് ക്ഷേമ പെൻഷൻ 1600 രൂപ എന്നിപ്പോൾ 2000 രൂപയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് UDF സർക്കാർ വരുമ്പോൾ അത് ഒന്നും കൂടെ 3000 ആക്കി ഉയർത്തുമെന്നാണ് പറയുന്നത്. അന്നും സാറി പറഞ്ഞതുപോലെ നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ നമ്മുടെ ഖജനാവിൽ പൈസ ഉണ്ടായാൽ മതിയില്ലേ? ഖജനാവിൽ പൈസ വരണമെങ്കിൽ നമ്മുടെ ടൂറിസം മാത്രം വിചാരിച്ചാൽ മതി. നമ്മുടെ ടൂറിസം ഡെസ്റ്റിനേഷനുകൾ മാത്രം നേരെ നോക്കി നടത്തിയാൽ ഒരു 2000 ലക്ഷം കോടി രൂപ ഒരു വർഷം വരുമാനം ഉണ്ടാകും. ഇവിടെ 5000 ലക്ഷം കോടി രൂപയാണ് നമ്മുടെ കടം. 2000 ലക്ഷം കോടി എന്ന് പറയുന്ന ഒരു വലിയ ടാർഗറ്റ് അല്ല. കാശ്മീർ 3000 ലക്ഷം കോടിയാ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോഴാണ് ഈ ഓപ്പറേഷൻ സിന്ദൂറും പിന്നെ അവിടെ വെടിവെപ്പും ഒക്കെ വന്ന് അത് പൊളിഞ്ഞു പോയത്. ഇല്ലെങ്കിൽ അവരത് നടപ്പിലാക്കിനെ. ഇതിനേക്കാൾ മനോഹര തീരമാണ് കേരളത്തിൽ. തീർച്ചയായിട്ടും 2000 ലക്ഷം കോടി നമ്മുടെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ വെച്ച് പറ്റും. ഇന്നത്തെ പോലല്ല, ശുദ്ധമായിരിക്കണം. അവിടെ ടൂറിസ്റ്റുകൾക്ക് നല്ല സൗകര്യം കൊടുക്കാൻ പറ്റണം. അവിടെ ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് നടത്തണം. പിന്നെ പ്രൈവറ്റ് സെക്ടറിനെ ഓരോ ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് ഏൽപ്പിക്കണം. അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്ത് അതിന് അവർക്കും പണം ഉണ്ടാക്കാം. ഇപ്പൊ നമ്മുടെ വിഴിഞ്ഞം തനിക്ക് കൊടുത്തില്ലേ, അതുപോലെ ഓരോ ഡെസ്റ്റിനേഷനും ഓരോ ടീമിന് നമുക്ക് ഇന്ത്യയിലെ പ്രമുഖ ടീമുകൾക്ക് കൊടുക്കാം. അവരാണ് അതിന്റെ ശുചിത്വവും പരിപാലനവും എല്ലാം നടത്തേണ്ടത്. അവിടെ ഭംഗിയായിട്ട് ഇത് കൊണ്ടുപോകേണ്ടത്. അപ്പൊ അതിന് അവർക്കൊരു ലെവിയായിട്ട് ഒരു പണം കളക്ട് ചെയ്യാനും ഇതിന്റെ വരുമാനത്തിന്റെ ഒരു ഷെയർ എടുക്കാനും അവകാശം കൊടുക്കും. പക്ഷെ ബാക്കി സർക്കാരിൽ അടയ്ക്കണം എന്ന നിബന്ധന വെച്ചുകൊണ്ട് ചെയ്താൽ തീർച്ചയായിട്ടും ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് നേരെയായാൽ നമ്മുടെ ഓരോ ഡെസ്റ്റിനേഷനിലും ചെന്ന് കഴിഞ്ഞാൽ അവിടെ അവർക്ക് സുഖമായി ടൂറിസ്റ്റുകൾക്ക് താമസിക്കാൻ പറ്റണം. അവരുടെ പ്രശ്നങ്ങൾ അവരുടെ ഹാപ്പി എൻവയോൺമെന്റ് ഉണ്ടാവും. സന്തോഷിക്കാനല്ലേ ഡെസ്റ്റിനേഷൻ വരുന്നത്. അപ്പൊ അവിടെ പ്രീപെയ്ഡ് കാരൻ വന്നോണ്ട് എന്റെ കാറിൽ കയറണം, അവന്റെ കാറിൽ കയറുന്നത് വേണം. എന്നിട്ട് പെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വലി. അത് കഴിഞ്ഞിട്ട് അയാളുടെ പെട്ടി എടുത്ത് കാറിൽ വെക്കുന്നതിന് പിന്നെ ഹോട്ടലിലെ സ്റ്റാഫും പിന്നെ അവിടുത്തെ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരുത്തം വന്ന് ചുമട്ട് തൊഴിലാളിയും വന്ന് ബഹളം ഉണ്ടാക്കി കഴിഞ്ഞാൽ ടൂറിസ്റ്റ് അവിടെ നിൽക്കില്ല, ടൂറിസ്റ്റ് ഓടിക്കളയും. അതുപോലെ തന്നെ ഡെസ്റ്റിനേഷൻ ക്ലീൻ ആയിരിക്കണം. അവിടുത്തെ
അതിന്റെ ശുചിത്വം പാലിക്കുന്നതിന് ഓരോ ഹോട്ടലുകളും അവരുടെ ശുചിത്വം കറക്റ്റായിട്ട് പാലിക്കുന്നു നോക്കാം. ഇതൊക്കെ ഒന്നുകിൽ ഒരു ഓരോ ഡെസ്റ്റിനേഷനും ഒരു ചെറിയ അതോറിറ്റി ഉണ്ടായിക്കൊണ്ട് ആ അതോറിറ്റിയെ നിലനിർത്തിക്കൊണ്ട് ചെയ്തുകൊണ്ടേ ചെയ്യാൻ സാധിക്കുള്ളൂ. ഇതിനകത്ത് ലാഭം, ഇപ്പം ഡെസ്റ്റിനേഷൻ ഭംഗിയായി നടന്നാൽ അതിന് ലാഭം വേണം. ഡെസ്റ്റിനേഷന്റെ മാർക്കറ്റിംഗ്, ഡെസ്റ്റിനേഷന്റെ ക്ലീനിങ്, ഡെസ്റ്റിനേഷന്റെ പൂർണ്ണമായ ഒരു സുന്ദര ശാന്ത മനോഹരമാക്കി മാറ്റുന്ന പ്രക്രിയ നടത്താൻ ഞാൻ പറഞ്ഞില്ലേ ഒരു മൾട്ടിനാഷണൽ കമ്പനി കൂടെ അതിനെ നിയമിക്കേണ്ടതുണ്ട്. അതിന് ഗവൺമെന്റിന് പണം വാങ്ങിക്കാം. ഇപ്പം അദാനി ഇവിടെ പോർട്ട് തരുന്നതിന് പോർട്ട് കൊടുക്കുമ്പോൾ നമ്മൾ പൈസ വാങ്ങിക്കുന്നില്ലോ, അതുപോലെ ഇത്ര പൈസ നിങ്ങളെടുത്തോ, പക്ഷെ അതിന്റെ ബാക്കി ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞ കോൺട്രാക്ട് സർക്കാരിന് ഉണ്ടാക്കാവുന്നതാണ്. സർക്കാരിന്റെ 5 ലക്ഷം കോടി രൂപ സർക്കാരിന് അങ്ങനെ ഉണ്ടാക്കാൻ കഴിയും. 3 വർഷം കൊണ്ട് സർക്കാരിന്റെ കടക്കണിയിൽ നിന്ന് സർക്കാരിനെ രക്ഷിക്കാൻ കഴിയും. ഇങ്ങനത്തെ ഒരുപാട് പദ്ധതികൾ ഉണ്ട്, അത് സാധിക്കും. അതിനൊക്കെ തയ്യാറാവണമെങ്കിൽ ഞാൻ പറഞ്ഞ ഒരു മൊറട്ടോറിയം വേണം. 5 വർഷത്തേക്ക് ഇത്തരം ഇതിനെ ശല്യപ്പെടുത്തുന്ന സമരങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാക്കുകയില്ല എന്ന് സർക്കാർ മൊറട്ടോറിയം പ്രഖ്യാപിക്കണം. സർക്കാർ ജീവനക്കാരോ അർദ്ധ സർക്കാർ ജീവനക്കാരോ സർക്കാരുമായി ബന്ധപ്പെട്ടവരോ ഒരു സമരവും അനാവശ്യമായി നടത്താൻ പാടില്ല. നടത്തിയാൽ അവരെ വിടും. പിന്നീട് ബാക്കി കാര്യം ആലോചിക്കുകയുള്ളൂ എന്ന് വരണം. പക്ഷെ അവരുടെ ഗ്രീവൻസുകൾ പരിഹരിക്കാൻ ഞാൻ പറഞ്ഞ പോലെ ഒരു ഓംബുഡ്സ്മാനെ ഭംഗിയായി കൊണ്ടുപോകാൻ കഴിയും. അതെ. പിന്നെ എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ്. യുവജനങ്ങൾക്ക് ബിസിനസ് ആരംഭിക്കുന്നതിന് പലിശരഹിത വായ്പ 5 ലക്ഷം വരെ. മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനായിട്ട് പ്രത്യേക വകുപ്പ്. ഇതൊക്കെയാണ് പിന്നെ ബാക്കി ഇവിടെ വന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഏതായാലും ഈ പദ്ധതികൾ എല്ലാം തന്നെ കനത്ത സാമ്പത്തിക ബാധ്യത ഉണ്ടാകുന്ന പദ്ധതികളാണ്. പക്ഷേ അസാധ്യമല്ല. ഞാൻ പറഞ്ഞില്ലേ, ജയലളിത തമിഴ്നാട്ടിൽ 5 രൂപയ്ക്ക് ഇഡ്ഡലിയും സാമ്പാറും കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെല്ലാം പക്ഷേ അതിനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കി. ഇപ്പോഴും അവർ ആ സ്കീം നടപ്പിലാക്കി. ഇപ്പൊ 5 രൂപ എന്നുള്ളത് 10 രൂപയാക്കിയെന്ന് തോന്നുന്നു. പക്ഷെ അമ്മ ഹോട്ടലുകളുണ്ട്, എല്ലാവർക്കും സുഭിക്ഷമായിട്ട് അവിടെ വന്ന് പോവാം, വയറ് നിറച്ച് കഴിക്കാം, 5 രൂപയ്ക്ക് 10 രൂപയ്ക്ക് കഴിക്കാം. ഒരു ഫെസിലിറ്റി തന്നെയാണ്, അതൊരു സ്കീം തന്നെയാണ്. ഇപ്പൊ പലരും ഇതിനു മുമ്പ് പണ്ട് കാമരാജാണ് സ്കൂൾ കുട്ടികൾക്ക് ആദ്യമായിട്ട് ഉച്ചഭക്ഷണം. അന്നും തമിഴ്നാട്ടിൽ ഇതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥർ പറഞ്ഞു, അയ്യോ സ്കൂൾ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ഖജനാവിലെ പണം മുഴുവൻ പോകുന്നു. ഖജനാവിലെ പണം ജനത്തിന്റെ പണമല്ലേ, എടുത്ത് കൊടുന്നു പറഞ്ഞു. അങ്ങനെയും നേതാക്കളുണ്ട്. ആണെങ്കിൽ ചക്ക വേരിലും കായ്ക്കും, സംശയമില്ല. ഏതായാലും രാഹുൽ ഗാന്ധി വന്ന് പോയപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള 5 വാഗ്ദാനങ്ങൾ UDF ക്യാമ്പിന് എന്തായാലും അത് ഭയങ്കര ആവേശമാണ്. ഇനിയിപ്പോൾ വരും ദിവസങ്ങളിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഇനി പ്രചാരണങ്ങളിൽ വീട് കയറിയുള്ള പ്രചാരണ സമയത്തൊക്കെ തന്നെ ഈ 5 ഗ്യാരണ്ടികൾ, പ്രത്യേകിച്ച് ഈ പറഞ്ഞതുപോലെ KSRTCയിലെ സൗജന്യ യാത്ര, അതൊക്കെ തന്നെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു പ്രചാരണം തന്നെയായിരിക്കും നടക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാല്ലേ സാർ, എന്തായാലും അധികാരത്തിൽ വരുമ്പോ ഇതൊക്കെ നടപ്പിലാക്കുമോ ഇല്ലയോ എന്നുള്ളത്. നടപ്പിലാക്കാൻ പോയാൽ ഈ പറഞ്ഞതുപോലെയുള്ള സർക്കാർ 1-2 വർഷം കൊണ്ട് സാമ്പത്തിക നില മെച്ചപ്പെടുത്തിക്കൊണ്ട് മാത്രം നടപ്പിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്.